ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 350 പോയിന്റ് നെഗറ്റീവായിട്ടും S&P ഫ്ലാറ്റ്, നസ്ഡാക്ക് 82 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും 71 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻഗൾഫിംഗ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിലിനെ ഫുള്ള് എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന 50% മിറ്റിഗേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് വന്നിരുന്നുവെങ്കിൽ ഏകദേശം 25,320 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ മാർക്കറ്റ് നല്ലൊരു റാലി വരും ദിവസങ്ങളിൽ നടത്തുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. 200 മുകളിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല. 200 മുകളിൽ തന്നെ സെല്ലിംഗ് പ്രഷർ വന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് ഇതിന് മുകളിൽ 140 മുകളിൽ 15 മിനിറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോവും. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വന്ന് താഴോട്ട് പോയപ്പോൾ തന്നെ പിന്നെ ഇവിടെ നിന്നൊരു തിരിച്ച് വീണ്ടും വരുമ്പം ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂ ആയിട്ട് 3 ക്യാൻഡിൽ മുകളിലോട്ട് ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ 3 ക്യാൻഡിൽ മുകളിലോട്ട് ചെറിയൊരു റാലി നടത്തി. പിന്നെ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഇന്നത്തെ ലെവൽസ് 25,260 മുകളിൽ 25,260 മുകളിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വരണം. 25,260 മുകളിൽ 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 320 നേരത്തെ തന്നിട്ടുള്ള ഈ ഒരു ലെവൽ തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. 320 പിന്നെ ഒരു നെക്സ്റ്റ് ലെവലെന്ന് പറയുന്നത് 400. ഓക്കെ, അപ്പം മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ഗ്യാപ്പ് ഡൗണിന് ശേഷം മുകളിലോട്ട് ഇതിന് മുകളിൽ 15 മിനിറ്റ്സിൻ്റെ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ടാർഗറ്റ് 320. അതും 15 മിനിറ്റ്സിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,400 ആയിരിക്കും മെയിനായിട്ട് വരുന്ന റെസിസ്റ്റൻസ്. താഴോട്ടുള്ള ലെവൽസ് 25,140 തന്നെയാണ്. 25,145. താഴോട്ട് 15 മിനിറ്റ്സിൽ ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. ഇത് ഇടയ്ക്കെന്ന് പറയുന്നത് നോൺ ട്രേഡബിൾ ഏരിയ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ സ്കാൽപ്പിംഗ് ചെയ്യാം. വലിയ റേഞ്ചാണ്, ഏകദേശം 100 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. പക്ഷേ ഇതിന് താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം താഴോട്ട് 25,145 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,80 25,80 ഫസ്റ്റ് ടാർഗറ്റ്, പിന്നെ 25,000. അപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം 25,145 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,080. ഇതും 15 മിനിറ്റ്സിൽ താഴോട്ട് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് 25,000 വരയ്ക്കും പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FISും DISും ബൈയിങ്ങിലോട്ടാണ് പോയിരിക്കുന്നത്. സ്റ്റോക്സിൽ 1,200 കോടി FISും 1,555 കോടി DISും ബൈ ചെയ്തിട്ടുണ്ട് സ്റ്റോക്സിൽ.
ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs സ്ട്രോങ് കോൾ റേറ്റ് പുട്ട് റേറ്റിംഗ് തന്നെയാണ്. 1.5 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ 6096 ക്വാണ്ടിറ്റി കോൾ റേറ്റിങ്ങും കോൾ സെല്ലിങ്ങും കോൾ ബൈയിങ്ങും നടന്നിട്ടുണ്ട്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 97,492 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.82 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റാണ്. ക്ലൈൻറ്റ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഒരു കുറഞ്ഞു വന്നതാണ്. ഗ്രാജുവലി ഇപ്പം ഈ ജൂലൈ ഫുൾ അവരുടെ പൊസിഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചേഴ്സിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് ബൈയിങ് ആണ്. FIs സ്ട്രോങ് സെല്ലിങ്ങും ആണ് ഫ്യൂച്ചേഴ്സ്. മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് മിക്കവാറും ഒരു താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്നലെ വരയ്ക്കും മാർക്കറ്റ് ഒരു ബൈയിങ് റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ലോയിൻ കർവിൽ നിന്ന് മുകളിലോട്ട് ഈക്വിലിബ്രിയത്തിലോട്ട് മാർക്കറ്റ് ഇന്നലെ കയറിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ബൈയിങ് ഏരിയയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് മിക്കവാറും വീണ്ടും ഈ 75 മിനിറ്റ്സ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ 75 മിനിറ്റ്സ് സോണിലോട്ട് മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഹയർ ഹൈ ഫോർമേഷനിലോട്ട് പോകത്തുള്ളൂ. ഇതിന് താഴോട്ട് വരാതെ ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ല 75 മിനിറ്റ്സ് PSഡായി താഴോട്ടൊരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ചിലപ്പം കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ മുകളിലത്തെ ലൈൻ തന്നിട്ടില്ലായിരുന്നു. ഇന്നലെ ലൈവ് മാർക്കറ്റിൽ കൊടുത്താണ് 25,227, 25,240. ഏകദേശം ഇത് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ കൊടുത്തതാണ്. അവിടെ നിന്ന് തന്നെയാണ് മാർക്കറ്റ് താഴോട്ട് വീണ്ടും ഇറങ്ങി വന്നത്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു 25,227, 25,240. ഇന്ന് 25,248 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. CPR വരുന്നത് നാരോ CPR ആണ്. 25,167 തൊട്ട് 25,186 വരെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിനാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇതിന് ഉള്ളിലൊരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ 25,167, 25,186 CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,167, 25,186 CPR ബ്രേക്കൗട്ട് കിട്ടിയാൽ നാരോ CPR ആയതുകൊണ്ട് തന്നെ ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. 25,093, 25,109 ആയിരിക്കും ടാർഗറ്റ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടാർഗറ്റ് 25,029, 25,020, 25,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ചെറിയൊരു ബെയറിഷ് ട്രെൻഡിലാണുള്ളത്. മുകളിലോട്ട് വേറെ ലെവൽസ് വരച്ചിട്ടില്ല. 25,248, 25,265 ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റിലൊരു സ്ട്രോങ് റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ മുകളിലോട്ടുള്ള ലെവൽസ് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.